നമസ്കാരം. ഏവർക്കും വാംശിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യോഗിനി ഏകാദശിയെക്കുറിച്ചാണ്. 2025 ജൂൺ 21, 22 തീയതികളിലായി വരുന്ന യോഗിനി ഏകാദശി അതീവ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വ്രതമാണ് യോഗിനി ഏകാദശി. പാപനാശനവും അതേപോലെ രോഗപീഠകളിൽ നിന്ന്, അതീവ ദാരുണമായിട്ടുള്ള രോഗപീഠകളിൽ നിന്നുള്ള മോചനം. ആഷാഢമാസത്തിലെ, അതായത് മിഥുനം കർക്കടകത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് യോഗിനി ഏകാദശി. സർവ്വപാപങ്ങളും സംഹരിച്ച് സകലർക്കും മുക്തി നൽകുന്ന ഒരു മഹാവ്രതമാണ് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന യോഗിനി ഏകാദശി. ഇത് സർവ്വപാപനാശകരവും സംസാരസാഗരത്തിൽ മുങ്ങിയവർക്ക് സനാതനമായ ഒരു യാനപാത്രവും ത്രിഭുവനത്തിൽ സത്തായിട്ടുള്ളതുമാകുന്നു. മാത്രമല്ല യോനികളിൽ നിന്നുള്ള വിടുതലും ലഭിക്കുന്നു എന്ന് ശ്രീകൃഷ്ണൻ പത്മപുരാണത്തിൽ വ്യക്തമാക്കുന്നു. അനേക യോനി ജന്മത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക യോനികൾ ജന്മമെടുക്കാതിരിക്കുന്നതിനുള്ള അവസ്ഥയാണത്. അതായത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജഠരീ ജനനീ ശയനം എന്നാണ് ശങ്കരാചാര്യർ പാടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഈ സംസാര സാഗരത്തിൽ വീണ്ടും കടന്ന് കറങ്ങുന്നു. നമുക്ക് ജ്ഞാനം കിട്ടാത്തടത്തോളം കാലം നമ്മൾ ഈ ലൗകിക സുഖങ്ങളിൽ പെട്ട് നമുക്ക് ഓരോ സുഖങ്ങളുണ്ട്. പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ അങ്ങനെ മാത്രം നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആ കർമ്മം വീണ്ടും അവശേഷിക്കുന്നു. ഭഗവാനിലേക്ക് ചേരുമ്പോൾ മാത്രമാണ് ആത്യന്തികമായിട്ട് മനുഷ്യരുടെ മോക്ഷം എന്ന് പറയുന്നത്. ഭഗവാനിലേക്ക് കറക്റ്റായിട്ട് ലയിച്ചു ചേരുമ്പോഴാണ്. അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അത് വെറുതെ ലഭിക്കില്ല. നമ്മളുടെ പാപങ്ങൾ നശിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെയൊരു മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. മുൻ ജന്മങ്ങളിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നശിക്കേണ്ടത് നമ്മുടെ സഞ്ചിത കർമ്മത്തിൽ നിന്നുള്ള പാപങ്ങളാണ്. അത് വെറുതെ നശിക്കില്ല. അതേപോലത്തെ ശ്രേഷ്ഠമായ വ്രതങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുന്നത്. പാപങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത നശിക്കുന്നു. മാത്രമല്ല ഭഗവാന്റെ അദൃശ്യമായ ഒരു സംരക്ഷണ കവചമൊക്കെ ലഭിക്കുന്നു. ഈ മാസത്തെ ഏകാദശി, അതായത് യോഗിനി ഏകാദശി 21-നും 22-നുമായിട്ട് 2 ദിവസങ്ങളിലായിട്ടാണ്. 21-ന് ഏകാദശി എടുക്കുന്ന ആൾക്കാരുടെ പാരണ ബ്രേക്കിംഗ് ടൈം പിറ്റേ ദിവസം 1:46 മുതൽ 4:34 PM വരെയുണ്ട്. 22-ാം തീയതി ഏകാദശി എടുക്കുന്ന ആളുകളുടെ പാരണ ബ്രേക്കിംഗ് ടൈം പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച 23-ന് 5:23 AM മുതൽ 8:11 AM വരെ മാത്രമാണ് ഉള്ളത്. ഹരിവരാസര സമയം 22 ജൂൺ 9:41 AM വരെയുണ്ട്. അതായത് 2 ദിവസം ഏകാദശി ആകുമ്പോൾ മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിനമാണ് ഏകാദശി. അതായത് ഏകാദശി ജൂൺ 22-നാണ്. ഹരിവരാസര സമയം ജൂൺ 22 9:41 AM വരെയുണ്ട്. ഇനി വ്രതകഥ കേൾക്കാം. യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം ചോദിച്ചു: ഹേ കേശവ, ആഷാഢമാസത്തിലെ ഏകാദശിക്ക് എന്ത് നാമമാണ്? ആ വ്രതം അനുഷ്ഠിക്കുമ്പോൾ എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുന്നു? കൃഷ്ണൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഹേ രാജൻ, ഇത് യോഗിനി ഏകാദശിയാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവൻ 20 വർഷം ദാനം ചെയ്തതിൻ്റെയും 80 ബ്രാഹ്മണരെ ഭുജിപ്പിച്ച ഫലവും ലഭിക്കുന്നതാണ്. ഒരു കാലത്ത് അലകാപുരിയിൽ കുബേരൻ എന്ന യക്ഷൻ ഭരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഹേമമാലി എന്ന ഗന്ധർവ സേവകൻ ഉണ്ടായിരുന്നു. ശിവഭക്തനായ കുബേരന് പൂജകൾക്കായി പുഷ്പങ്ങൾ കൊണ്ടുവരുന്ന ജോലിയായിരുന്നു. ഒരിക്കൽ അവൻ തൻ്റെ ഭാര്യയോടുള്ള രതിമോഹം കൊണ്ട് തൻ്റെ കടമ മറന്ന് കുബേരന് പൂക്കൾ സമർപ്പിക്കാതെ ഭാര്യയുമായി രമിച്ചുകൊണ്ടിരുന്നു. ഈ അനധികൃതം കുബേരൻ മനസ്സിലാക്കി രോഷത്തോടെ അവനെ ശപിച്ചു. നിന്റെ പെരുമാറ്റം മൂലം നീ കുഷ്ഠം പിടിച്ച് ഭൂമിയിൽ പതിച്ച് കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന്. ഹേമമാലിക്ക് അതിൻ്റെ ഫലമായി ഹിമാൽ പർവ്വതത്തിലെ ഒരു കാട്ടിൽ ദീർഘകാലം ദുഃഖത്തിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. അവിടെ വെച്ച് മഹാമുനിയായ മാർക്കണ്ഡേയ മുനിയെ കണ്ടുമുട്ടുകയും ശാപമോക്ഷത്തിനു വേണ്ടി അപേക്ഷിച്ചു. അദ്ദേഹം ഹേമമാലിയോട് പറഞ്ഞു: നീ യോഗിനി ഏകാദശി വ്രതം വിധിയായ വണ്ണം അനുഷ്ഠിച്ചാൽ നിനക്ക് രോഗമുക്തിയും മോക്ഷവും ലഭിക്കും. ഹേമമാലി വ്രതം അനുഷ്ഠിച്ചു, ശ്രീഹരിയെ ആരാധിച്ചു. അതേ തുടർന്ന് കുഷ്ഠരോഗം മാറുകയും ദിവ്യശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു.
വ്രതഫലം എപ്രകാരമാണെന്ന് നോക്കാം. ഈ വ്രതം അനുഷ്ഠിക്കുന്നവന് ഗുരുതരമായ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. കഠിനമായ ദേഹരോഗങ്ങൾ വരെ നശിക്കുന്നു. ശരീരത്തിന് തേജസ് കൈവരുന്നു. ഭഗവത് കൃപ ലഭിക്കുന്നു. മോക്ഷമാർഗം തെളിയുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ വീഡിയോയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വിധിയായ വണ്ണം ഏകാദശി എടുത്ത് ഭഗവത് കൃപയ്ക്ക് പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.